എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ചിരിക്കാനും ചിന്തിക്കാനും ഉതകുന്ന കഥകളാണ് മുല്ല കഥകൾ അഥവാ ഹോജ കഥകൾ. ഏറെ പ്രസിദ്ധമായ ഈ കഥകളിലെ നസ്രുദ്ദീൻ എന്ന കഥാപാത്രം തുർക്കിയിലാണ് ജീവിച്ചിരുന്നത്. ഇന്ന് രണ്ട് മുല്ല കഥകളാവാം. ഒരു ദിവസം വീടിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു നസ്രുദ്ദീൻ ഹോജ. അപ്പോഴാണ് ഒരാൾ അദ്ദേഹത്തെ കാണാൻ വീടിന് മുന്നിലെത്തിയത്. ഹോജ, താങ്കൾ വേഗമൊന്ന് താഴേക്ക് ഇറങ്ങി വരൂ, എനിക്ക് താങ്കളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അയാൾ വിളിച്ചു പറഞ്ഞു. ഹോജ വേഗം തന്നെ മട്ടുപ്പാവിൽ നിന്നും താഴെ ഇറങ്ങി അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, പറയൂ സുഹൃത്തെ, എന്താണ് കാര്യം? നിങ്ങളുടെ പശു ഇന്നെൻ്റെ പാടത്തിറങ്ങി എൻ്റെ വിളയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിനെ ഞാൻ പിടിച്ച് എൻ്റെ തൊഴുത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ നാശത്തിന് നഷ്ടപരിഹാരം തരാതെ അതിനെ തിരിച്ചു തരുന്ന പ്രശ്നമില്ല, അയാൾ പറഞ്ഞു. അതെൻ്റെ പശുവാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഹോജ ചോദിച്ചു. പിന്നല്ലാതെ, നിങ്ങളുടെ പശുവിനെ എനിക്കറിയില്ലേ. തവിട്ടും കറുപ്പും കലർന്ന നിറമുള്ള തീരെ ചെറിയ കൊമ്പുള്ള പശു നിങ്ങളുടേതല്ലേ? വന്നയാൾ ചോദിച്ചു. ഓ, അങ്ങനെയാണോ? താങ്കൾ എൻ്റെ കൂടെ മട്ടുപ്പാവിലേക്ക് വരിക, നമുക്കവിടെ ചെന്ന് സംസാരിക്കാം. ഹോജ അയാളെയും വിളിച്ച് മട്ടുപ്പാവിലേക്ക് കയറി. മുകളിലെത്തിയ ഉടനെ ഹോജ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞ തവിട്ടും കറുപ്പും കലർന്ന നിറമുള്ള തീരെ ചെറിയ കൊമ്പുള്ള പശു എൻ്റേതല്ല. എനിക്കങ്ങനെയൊരു പശുവില്ല. പരാതിയുമായി വന്നയാൾക്ക് കടുത്ത ദേഷ്യം വന്നു. അയാൾ കോപത്തോടെ ചോദിച്ചു, ഇത് പറയാനാണോ നിങ്ങളെന്നെ ഇതിനു മുകളിലേക്ക് വിളിച്ചു കയറ്റിയത്? ഇത് നിങ്ങൾക്ക് താഴെ വെച്ച് തന്നെ പറയാമായിരുന്നില്ലേ? അത് ശരി, പശു ആരുടേതാണെന്ന് ഉറപ്പാക്കാതെ ഇങ്ങനെ ഒരു പരാതി പറയാൻ നിങ്ങളെന്നെ താഴേക്ക് വിളിച്ചു വരുത്തിയതല്ലേ? അപ്പോൾ പിന്നെ അതിന് പകരമായി നിങ്ങളെ ഞാൻ മുകളിലേക്ക് വരുത്തി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ശാന്തനായി ഒരു ചിരിയോടെ ഹോജ തിരിച്ചു ചോദിച്ചു. പരാതിക്കാരന് അതിനൊരു മറുപടി ഇല്ലായിരുന്നു. ഒന്നും പറയാതെ അയാൾ തിരികെ പോയി. ഒരിക്കൽ നസ്രുദ്ദീൻ ഹോജയെ ഒന്ന് കളിയാക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം എല്ലാവരെയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചട്ടം കെട്ടി. അന്നു രാവിലെ പതിവ് പോലെ കൊട്ടാരത്തിലെത്തിയ ഹോജയെ കണ്ട് കാവൽക്കാരൻ പ്രത്യേക അഭിവാദ്യം നൽകി. കൊട്ടാരത്തിനകത്തെത്തിയതും എല്ലാ സഭാവാസികളും എഴുന്നേറ്റ് നിന്ന് ഹോജയെ വണങ്ങി. എന്താണ് നടക്കുന്നതെന്ന് ഹോജയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഹോജ ആകെ അമ്പരന്ന് നിൽക്കവേ രാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഹോജ, നിങ്ങളുടെ കഴിവിൽ അഭിമാനം കൊണ്ട് ഞാൻ താങ്കളെ വിഡ്ഢികളുടെ രാജാവാക്കാൻ തീരുമാനിച്ചു. ഒരു രാജാവായ താങ്കളോട് ബഹുമാനം കാണിക്കാനാണ് അവരെല്ലാം എഴുന്നേറ്റ് വണങ്ങിയത്. ഹോജയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് തനിക്ക് രാജാവ് കരുതിക്കൂട്ടി ഒരുക്കിയ ഒരു പണിയാണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. ഹോജ മറുപടി ഒന്നും പറയാതെ തൻ്റെ ഇരിപ്പിടത്തിന് നേർക്ക് നടന്നു. സദസ്സിലുണ്ടായിരുന്നവർ ഹോജയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. കൂടെ രാജാവും ചേർന്നു. പെട്ടെന്നായിരുന്നു ഹോജ ഉഗ്രസ്വരത്തിൽ കൽപ്പിച്ചത്, എന്താണിത്? ആരാണിവിടെ ഉച്ചത്തിൽ ചിരിച്ച് ബഹളമുണ്ടാക്കുന്നത്? നാം നിങ്ങളുടെയെല്ലാം രാജാവാണ്. ഹോജയുടെ ഗാംഭീര്യത്തോടെയുള്ള വാക്കുകൾ കേട്ട സദസ്യരെല്ലാം നാണം കെട്ടുപോയി. ബുദ്ധിമാനായ ഹോജ എത്ര സമർത്ഥമായാണ് തങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് സ്ഥാപിച്ചത് എന്നവർ അതിശയപ്പെട്ടു. ലഭ്യനായിപ്പോയ രാജാവ് ഹോജയുടെ ബുദ്ധിശക്തിയെ പ്രകീർത്തിച്ച് അദ്ദേഹത്തിന് കൈനിറയെ സമ്മാനങ്ങൾ നൽകി.